നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ പുതിയൊരു ടോപ്പിക്കാണ് എലക്ഷൻ കമ്മീഷൻ. 4 പാർട്സ് ആയിട്ടാണ് ഈ ഒരു എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ്, വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും തുടങ്ങുന്നത് പോലെ തന്നെ നമുക്ക് കുറച്ച് PYQs, കുറച്ച് PYQs ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അതേപോലെ ആർട്ടിക്കിൾ 324 ഒക്കെ ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട. വീണ്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഒക്കെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ക്ലാസ്, ഈ 4 പാർട്സിൻ്റെ ഈ ഒരു ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് തങ്ങളെ ഭരിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ അവകാശമുള്ള ഒരു രാജ്യത്തിനെയാണ് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനങ്ങളാണ് പരമാധികാരി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഡെമോക്രസി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ധാരാളം ജനങ്ങൾ കാണും. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വോട്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ തങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉപയോഗിച്ച്, വോട്ട് ചിലപ്പോൾ എല്ലാവർക്കും ഭരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടിങ്ങിലൂടെ തങ്ങളുടെ പ്രതിനിധികളെ തങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം ലഭിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു എലക്ഷൻ സമ്പ്രദായം എന്ന് പറയുന്നത്. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഈ വോട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ എലക്ഷനിലൂടെയാണ് നമ്മൾ നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കാൻ വേണ്ടി, അതായത് ഈ എലക്ഷന് വേണ്ടി, എലക്ഷനെ നിയന്ത്രിക്കാൻ, എലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഒരു കമ്മീഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മീഷനാണ് എലക്ഷൻ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് എലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. എലക്ഷനെ പറ്റിയും എലക്ഷൻ കമ്മീഷൻസിനെ കുറിച്ചും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യവസ്ഥകളിൽ ഒന്നാണ് എലക്ഷൻ. അപ്പോൾ ഈ എലക്ഷൻ നടത്തുക എന്നുള്ള കർത്തവ്യം അല്ലെങ്കിൽ ആ ഒരു ചുമതല നിർവഹിക്കുന്ന ബോഡിയാണ് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പലതരം കമ്മീഷൻസും കമ്മിറ്റീസും അതേപോലെ തന്നെ ബോഡീസും ഒക്കെ ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ഭരണഘടന ബോഡീസിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമായി തിരിക്കാം. അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ നിയമം വഴി സ്ഥാപിതമായ ബോഡീസ് അല്ലെങ്കിൽ നിയമം വഴി സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഭരണഘടനയ്ക്കകത്ത് പരാമർശിച്ചിട്ടുള്ള ബോഡീസിനെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ എലക്ഷൻ കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതായത് നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ എലക്ഷൻ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ എലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 25-നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റ് ഓർത്തിരിക്കണം. അപ്പോൾ ഈ എലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്ന അല്ലെങ്കിൽ എലക്ഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ദിവസമാണ് 1950 ജനുവരി 25. പക്ഷെ ആദ്യമായി എലക്ഷൻ കമ്മീഷണർ, ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് എലക്ഷൻ കമ്മീഷണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ദിവസം ഇതല്ല. അത് ഇതേ വർഷം തന്നെ മാർച്ച് 21-ാണ് ആദ്യമായി ഒരു ചീഫ് എലക്ഷൻ കമ്മീഷണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും: 1950 ജനുവരി 25-നാണ് എലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ചിലപ്പം മാർച്ച് 21-ന് 1950 മാർച്ച് 21-നാണ് ഇന്ത്യയിൽ ആദ്യമായി ചീഫ് എലക്ഷൻ കമ്മീഷണർ അധികാരമേൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റൊക്കെ അടുത്തടുത്ത് കിടക്കുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. എലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാവുന്ന ദിവസമാണിത്. അതേപോലെ തന്നെ ആദ്യത്തെ ചീഫ് എലക്ഷൻ കമ്മീഷണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദിവസമാണ് മാർച്ച് 21 എന്ന് പറയുന്നത്.
നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എലക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു എലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. എലക്ഷൻസ് എല്ലാം ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണമെന്ന്. അപ്പോൾ ആ ഒരു എലക്ഷൻസ് എല്ലാം ഫ്രീ ആൻഡ് ഫെയർ ആയി നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ നടത്താനുള്ള ഒരു കമ്മീഷനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് 15 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 15 നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 22 പാർട്സ് ആണുള്ളത്. ഇന്ന് 25 പാർട്ടുണ്ട്. അതിൽ പാർട്ട് 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഓർത്ത് വെച്ചുക. ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെ. അതിൽ 324 ധാരാളം കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 326 ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത്. 324 ധാരാളം കാര്യങ്ങളുണ്ട്. കോമ്പോസിഷനെ കുറിച്ചുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 324 അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 324 ഉള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ, ഇതിൻ്റെ എല്ലാം മേൽനോട്ടം അല്ലെങ്കിൽ ഇതെല്ലാം നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. The Constitution provides that the power of superintendence, direction and control of elections to Parliament, state legislatures, the office of President of India and office of the Vice President of India shall be vested in Election Commission. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഏത് ഇലക്ഷൻ ആയിരിക്കും ഈ ഇലക്ഷൻ കമ്മീഷന്റെ, അതായത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരാത്തത് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇലക്ഷൻസ് മാത്രമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധീനതയിൽ വരാത്തത്. അല്ല എങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്ന ഏക ഇലക്ഷൻസ് എന്ന് പറയുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻസ് മാത്രമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്നത്. ബാക്കിയെല്ലാം, അതായത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന്റെ, അതേപോലെ പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ഈ എല്ലാ തട്ടുകളിലുള്ള ഇലക്ഷൻസ് നടത്താനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഉൾപ്പെടെ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭ, നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭ എലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന സംസ്ഥാന നിയമസഭാ ഇലക്ഷനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും വരാനുള്ള കാരണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻസിന്റെ അധികാരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു ഓൾ ഇന്ത്യ ബോഡി എന്ന് വിളിക്കാം. ഇതൊരു സെൻട്രൽ ബോഡി അല്ല, ഒരു ഓൾ ഇന്ത്യ ബോഡിയാണ്. അതായത് ബോത്ത് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മളിനി അങ്ങോട്ട് പോകുന്ന സ്ലൈഡ്സിൽ പഠിക്കും ഈ പറയുന്ന ഇതിൻ്റെ റോളുകളും ഇതിൻ്റെ പവേഴ്സും. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പോയിന്റ് മനസ്സിലാവും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അകത്ത് നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിൽ എന്തൊക്കെ റോൾസ് ഉണ്ട്, എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട് എന്നൊക്കെ നമ്മളിനി അങ്ങോട്ട് പോകുന്ന സ്ലൈഡ്സിൽ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 ഇലക്ഷൻസിനെ കുറിച്ച് പറയുന്നത്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, ഏതൊക്കെ ഇലക്ഷൻസ് ആണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്നതെന്നും ഏതൊക്കെ ഇലക്ഷനാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരാത്തത് എന്നുമാണ് പറയുന്നത്. അതേപോലെ തന്നെ പാർട്ട് 15 ആണ്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.
324 കുറച്ച് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ 326 ആർട്ടിക്കിൾ 326 യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ പറ്റി പറയുന്നത്. ഇനി അടുത്ത കോമ്പോസിഷനെ കുറിച്ച് പറയാം, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ കോമ്പോസിഷനെ കുറിച്ച്. ഈ കോമ്പോസിഷനെ പറ്റിയും നമ്മുടെ ആർട്ടിക്കിൾ 324 തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്നത്തെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. പക്ഷേ അത് ഭരണഘടനയിൽ അങ്ങനെ പറയുന്ന അല്ല. അപ്പം അതെന്താണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറയുവാണെങ്കിൽ ആർട്ടിക്കിൾ 324 എങ്ങനെയാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ കമ്പോസ് ചെയ്തിരിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. നിലവിലുള്ള ആ ഒരു സ്ട്രക്ചർ അല്ല പറയുന്നത്, 324 കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവണം. ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം. ആ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മാറി മാറി വരുന്ന സാഹചര്യം അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇലക്ഷൻ കമ്മീഷന് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ടാവണം. അതേപോലെ തന്നെ മാറി മാറി വരുന്ന സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ആ സമയത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരുടെയും അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ അധികാരമാണ്. ഒരു ഇലക്ഷൻ കമ്മീഷനെ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ നിലവിലുള്ള സമയത്ത്, അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉള്ള ഒരു സാഹചര്യത്തിൽ, അതായത് പ്രസിഡന്റ് അങ്ങനെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുവാണ് എങ്കിൽ ആ ഒരു കമ്മീഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. നിങ്ങൾ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുമ്പോഴത്തേക്ക് പേടിക്കേണ്ട, അദ്ദേഹത്തിന് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല കേട്ടോ. ഈ പവേഴ്സും ഫംഗ്ഷൻസും ഈ 2 ആൾക്കാർക്കും, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും അധികാരങ്ങൾ പവേഴ്സ് സെയിം തന്നെയാണ്. ഈ പേരിൽ മാത്രമേ ഈ ചീഫ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ സാലറിന്റെ കാര്യങ്ങളെല്ലാം ഏകദേശം അല്ല, സാലറിയുടെ കാര്യങ്ങളെല്ലാം സെയിം ആണ്. അങ്ങോട്ട് പോകുന്ന പോയിന്റ്സിൽ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ പ്രസിഡന്റിന് ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ ഇലക്ഷൻ കമ്മീഷണേഴ്സിന് പുറമെ റീജിയണൽ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ദ പ്രസിഡന്റ് മേ ഓൾസോ അപ്പോയിന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ such regional commissioners as he may consider necessary to assist the election commission. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റിന് റീജിയണൽ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസും ടെനറും തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ പ്രസിഡന്റിന് തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷണേഴ്സ്, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അതേപോലെ തന്നെ റീജിയണൽ കമ്മീഷണേഴ്സിൻ്റെയും കണ്ടീഷൻസ് ഓഫ് സർവീസും ടെനറും തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ്. ഇത് ഇവരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ദൂഷ്യപരമായിട്ട് ഈ പറയുന്ന പല കാര്യങ്ങളും സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനുള്ള അധികാരമൊന്നുമില്ല. ഇതൊരു പ്രത്യേകതയാണ് ഈ ഒരു പോസ്റ്റിൻ്റെയൊക്കെ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 324 കോമ്പോസിഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുള്ളത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. മാറി മാറി വരുന്ന സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് പ്രസിഡന്റിന് മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര പേരുണ്ടാവണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ നമുക്കിനി അടുത്ത നമ്മളൊരു ക്രോണോളജിയാണ് നോക്കുന്നത്. അതായത് ഇത് ഉണ്ടായ സമയം മുതൽ 1950 മുതൽ പിന്നീട് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എത്ര കമ്മീഷണേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെല്ലാം നിലവിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു കഴിഞ്ഞ് കുറേ വർഷത്തോളം, ഏകദേശം പറഞ്ഞാൽ 1989 വരെ, എക്സാക്ട് ഡേറ്റ് പറഞ്ഞാൽ ഒക്ടോബർ 15 വരെയും നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത്
ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ. ഏതുവരെ? 1989 ഒക്ടോബർ 15 വരെയും. പക്ഷേ ഈ ഒരു വർഷം, അപ്പം ഇതുവരെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്തോ ഒരു മാറ്റം വന്നു എന്നല്ലേ അർത്ഥം? അപ്പം അതിനുശേഷം ഒരു മാറ്റം വന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നു. അങ്ങനെ 1989 61ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്, 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുന്നത്. നമ്മൾ ഈ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ച് അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 61ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ്. കോൺഗ്രസ് മന്ത്രിസഭയുടെ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ്. അപ്പോൾ ഈ അദ്ദേഹം 1985 പ്രൈം മിനിസ്റ്റർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് വെറും 40 ആയിരുന്നു. ഏറ്റവും ചെറുപ്പത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ 1989 ആവുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വയസ്സ് 45 വയസ്സേ ഉള്ളായിരുന്നുള്ളൂ. ജനറൽ ഇലക്ഷൻ വരുന്ന സമയമായിരുന്നു 89 എന്ന് പറയുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിന് പ്രായം ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഭയങ്കരയേറെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്ടം നമ്മുടെ വോട്ടായിട്ട് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 വയസ്സായി കുറച്ചു. അതായത് 1989 വരെ വോട്ട് ചെയ്യാനുള്ള വയസ്സെന്ന് പറയുന്നത് 21 ആയിരുന്നു. പക്ഷേ 1989 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ട് ചെയ്യാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 21 നിന്ന് 18 വയസ്സായി കുറച്ചു. അപ്പോൾ ഇങ്ങനെ വയസ്സ് കുറയ്ക്കുന്ന സമയത്ത് ധാരാളം ആൾക്കാർക്ക് പുതുതായി വോട്ടിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കത്തില്ലേ? അതായത് നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റിൻ്റെ എണ്ണം വലുതാവത്തില്ലേ? അപ്പോൾ ഇവർക്ക് വോട്ടേഴ്സ് ID നൽകണം. അതേപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളിലും ഇവരെ ചേർക്കണം. അങ്ങനെ ധാരാളം വർക്ക് വന്നു. അപ്പം അങ്ങനെ ധാരാളം വർക്ക് വന്ന സമയത്ത് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് കൊണ്ട് മാത്രം ഈ വർക്കെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് പ്രസിഡന്റ് ഒരു 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടെ അപ്പോയിന്റ് ചെയ്തു. അതായത് ഇപ്പം നിലവിൽ 1989 ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് പുറമെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടെ ആഡ് ചെയ്തു, ഈ ഒരു ഇൻക്രീസ്ഡ് വർക്ക് കോപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇതാണ് കാരണം. എല്ലാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം ലിങ്ക് ചെയ്ത് പഠിക്കുക. അപ്പം നമുക്കൊരു കഥ പോലെ എല്ലാം മനസ്സിലാവാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മറന്നും പോകത്തില്ല. അപ്പം 61ാം ഭരണഘടനാ ഭേദഗതി 1989 വയസ്സ് ഏജ് കുറയ്ക്കുന്നു, 21 നിന്ന് 18 വയസ്സായി കുറയ്ക്കുന്നു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. അന്നത്തെ ഗവൺമെന്റ് എന്ന് പറയുന്ന കോൺഗ്രസ് മന്ത്രിസഭയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്താൽ ഈ പറയുന്ന പുതുതായിട്ട് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ വരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം കുറച്ച് നാളും കൂടെ 1990 വരെ ഈ ഒരു സിസ്റ്റമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് മൊത്തം 3 പേര്, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമായി 1990 വരെ കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ഒരു മൾട്ടി മെമ്പർ ബോഡി ആയിട്ട് 1989 മുതൽ ഒരു മൾട്ടി മെമ്പർ ബോഡിയായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ 90 വരെയാണ് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത്. വീണ്ടും 1990 ജനുവരി ആയ സമയത്ത് വീണ്ടും പഴയതുപോലെയാക്കി. അതായത് മൾട്ടി മെമ്പർ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ സിംഗിൾ മെമ്പർ ഇലക്ഷൻ കമ്മീഷനാക്കി മാറ്റി. 1989 2 പേരെയും കൂടെ അപ്പോയിന്റ് ചെയ്തത് 1990 ജനുവരി ആയപ്പോഴത്തേക്ക് നിർത്തലാക്കി അല്ലെങ്കിൽ അബോളിഷ് ചെയ്തു. അതായത് വീണ്ടും പഴയതുപോലെ ഇലക്ഷൻ കമ്മീഷനായി. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഇലക്ഷൻ റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ പേരാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. അങ്ങനെ ഇരുന്ന സമയത്ത് 1990 വി പി ഗവൺമെന്റ് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സമയത്ത് നിയമമന്ത്രിയായ ഒരു വ്യക്തിയുണ്ട്, ദിനേശ് ഗോസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അന്നത്തെ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആയിരുന്നു ദിനേശ് ഗോസ്വാമി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഇലക്ഷൻ റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുന്നു. ദിനേശ് ഗോസ്വാമി എന്ന് പറയുന്ന മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന്റെ ചെയർമാൻഷിപ്പിൽ ഇലക്ഷൻ റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി VP സർക്കാർ ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുന്നു. അങ്ങനെ ഈ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ഇലക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നു.
അവർ ധാരാളം റിക്കമെൻഡേഷൻസ് നൽകുന്നു. ആ റിക്കമെൻഡേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനെ ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആക്കണം. അതായത് നിലവിൽ ഒരു സിംഗിൾ മെമ്പർ കമ്മീഷനായ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമുള്ള ഇലക്ഷൻ കമ്മീഷനെ ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് പുറമെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ ഉള്ള ഒരു ബോഡി ആക്കണം. അപ്പോൾ ഇവര് ഒരു സ്ട്രക്ചറും പറഞ്ഞായിരുന്നു. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഒരു CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സെങ്കിലും ഉള്ള ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആക്കണം എന്നാണ് നമ്മുടെ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ആ ഗവൺമെന്റ് അല്ല, VP സർക്കാരല്ല, അതിനുശേഷം പിന്നീട് അതിനുശേഷം അടുത്തൊരു ഗവൺമെന്റ് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ റാവു ഗവൺമെന്റ് വരുന്നുണ്ട്, നരസിംഹറാവു ഗവൺമെന്റ് വരുന്നുണ്ട് 1991. നമ്മുടെ LPGയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന നരസിംഹറാവുവിന്റെ ആ ഒരു ഗവൺമെന്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗവൺമെന്റ് വരുന്ന സമയത്ത് 1993 ആ ഗവൺമെന്റ് ഈ റെക്കമെൻഡേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നെങ്കിൽ മൾട്ടി മെമ്പർ കമ്മിറ്റി ആക്കണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ നൽകിയ കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാലും, അല്ല ഇലക്ഷൻ റിഫോംസിനെ കുറിച്ച് റെക്കമെൻഡേഷൻസ് നൽകാൻ വേണ്ടി ഫോം ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാലും ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയാണ് ആൻസർ എഴുതാനുള്ള. ഈ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ ഫുൾ നെയിം തന്നെ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ഓൺ ഇലക്ഷൻ റിഫോംസ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം, അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റി എന്ന് ചോദിച്ചാലോ, അല്ല എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഈ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിൽ ഇലക്ഷൻ കമ്മീഷനെ ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആക്കുന്നു. അങ്ങനെ ആദ്യമായി നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനോടൊപ്പം തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നു. ആദ്യമായി 1993 ഒക്ടോബറിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടെ അപ്പോയിന്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇന്നുള്ള ഒരു ഇലക്ഷൻ കമ്മീഷന്റെ സ്ട്രക്ചറിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്നും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും തന്നെയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം തുടങ്ങി വെച്ചത് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിൽ 1993 ഒക്ടോബറിലാണ്. ഓക്കെയാണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവർക്ക് ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നട്ടൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബോഡിയാണ്. കാരണം ഒരു ജനാധിപത്യം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ജനാധിപത്യം എന്ന് നമുക്ക് വിളിക്കണമെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ സ്ട്രോങ് ആയിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ സ്ട്രോങ് ആയാൽ മാത്രമേ രാജ്യത്ത് നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പദവി എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പദവിയാണ്. അല്ല എങ്കിൽ സുപ്രീം കോടതി ജഡ്ജിന് ഈക്വൽ ആയിട്ടുള്ള സാലറിയും അലവൻസുകളും മറ്റ് പെർക്വസിറ്റ്സുകളും എല്ലാം ലഭിക്കുന്ന പോസ്റ്റാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ ആണെങ്കിലും സാലറിയും അലവൻസുകളും മറ്റ് പെർക്വസിറ്റ്സും എല്ലാം ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് ഈക്വലൻ്റ് ആണ്. ദാറ്റ് ഈസ് 2,50,000 രൂപ. 2,50,000 രൂപ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയും പവേഴ്സും സാലറിയും ഫങ്ഷൻസും എല്ലാം തന്നെയും സെയിം ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ പേരിൽ മാത്രമേ ചീഫ് എന്നുള്ള ഒരു വ്യത്യാസം ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി നമ്മുടെ റിമൂവൽ പഠിക്കുന്ന സമയത്ത് ഒരു മാറ്റം പറയും. അതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണേഴ്സുമായി ഇല്ല. അപ്പോൾ ഈ പറയുന്ന 3 മെമ്പർ കമ്മീഷൻ ആവുന്ന സമയത്ത് ഇവർ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്പ്യൂട്ടും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അങ്ങനെ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും ഉണ്ടായാൽ മെജോറിറ്റിയുടെ തീരുമാനമായിരിക്കും ഫൈനൽ. നമുക്കൊന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എമംഗ്സ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഓർ 2 other ഇലക്ഷൻ കമ്മീഷണേഴ്സ് ദ മാറ്റർ ഈസ് ഡിസൈഡഡ് ബൈ ദ കമ്മീഷൻ ബൈ മെജോറിറ്റി. അതായത് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സാഹചര്യത്തിൽ വോട്ടിന് വിടുന്നതാണ്. വോട്ടിൽ മെജോറിറ്റി ആർക്കാണോ ലഭിക്കുന്നത് അതിനനുകൂലിച്ചായിരിക്കും ഫൈനൽ ഡിസിഷൻ വരുന്നത്. അല്ലാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ അഭിപ്രായ പ്രകാരം ആയിരിക്കത്തില്ല. പലപ്പോഴും എക്സാമിന്
തെറ്റിക്കാൻ വേണ്ടി ഒരു വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മെജോറിറ്റി ബേസിസിലാണ്, അല്ലാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ അഭിപ്രായ പ്രകാരമല്ല. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ഒരു ടെനർ എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇവരുടെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഏതാണോ ആദ്യമാവുന്നത്, 6 വർഷമാണ് ആദ്യമാവുന്നതെങ്കിൽ അവരെ അപ്പം മാറ്റും. അതേപോലെ തന്നെ 65 വയസ്സാവുകയാണെങ്കിലും അവരെ അപ്പം മാറ്റുന്നതാണ്. അതേപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് റിസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവരെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഇനി അടുത്ത റിമൂവൽ പ്രോസസ്സിനെ കുറിച്ച് പറയും. ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വഴി മാത്രമേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. നമുക്കറിയാം 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു ഡേറ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ലിങ്ക് ചെയ്ത് പഠിക്കാനുള്ള കുറച്ച് ഡേറ്റുകളുണ്ട്. ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നു. തൊട്ടടുത്ത ദിവസം ജനുവരി 26 ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ UPSC എംബ്ലം ഇതെല്ലാം നിലവിൽ വരുന്നത് 26 ഇനി 24 ഒരു പ്രത്യേകതയുണ്ട്. ജനുവരി 24 നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ നാഷണൽ ആന്തവും ഇന്ത്യയുടെ നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 26 കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് 28 ഇന്ത്യയിൽ സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത്. ഇതെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ്. ഒരുമിച്ച് പഠിച്ചു വെക്കുക. 25 ഇലക്ഷൻ കമ്മീഷൻ വരുന്നു. 24 നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്യുന്നത്. 26 കോൺസ്റ്റിറ്റ്യൂഷൻ UPSC എംബ്ലം അഡോപ്റ്റ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആണ്. 28 സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക, ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. എല്ലാം ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രസന്റ് ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതേപോലെ തന്നെ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഇവർക്ക് കാലാവധിയുണ്ട്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം ആ ഒരു സമയത്ത് ഇവരുടെ മാറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇംപീച്ച്മെന്റ് വഴി മാത്രം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഇംപീച്ച്മെന്റ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇവരുടെ ഒരു പോസ്റ്റ് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വഴിയാക്കുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറി വരുന്ന എക്സിക്യൂട്ടീവുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേച്ചറിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് അവരുടെ ഒരു തീരുമാനപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ മാറ്റാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ തീരുമാനപ്രകാരമല്ല ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് അദ്ദേഹത്തിനെ മാറ്റരുത് എന്നുള്ള ഉദ്ദേശപ്രകാരമാണ് ഈ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് അദ്ദേഹത്തിൻ്റെ റിമൂവലിന് വേണ്ടി കൊണ്ടുവന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ റിമൂവലിന് മാത്രമേ ഇംപീച്ച്മെന്റ് ബാധകമുള്ളൂ. ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ റിമൂവലിന് ഇംപീച്ച്മെന്റ് ഒന്നുമില്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ അഭിപ്രായം തേടിയതിന് ശേഷം പ്രസിഡന്റിന് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ മാറ്റാം. പക്ഷേ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ മാറ്റണമെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വഴി മാത്രമേ മാറ്റാൻ സാധിക്കത്തുള്ളൂ. അതായത് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജസും അതേപോലെ ഹൈക്കോടതി ജഡ്ജസിൻ്റെയൊക്കെ കേസ് പോലെ തന്നെ ഇംപീച്ച്മെന്റ് പ്രോസസ്സ്, ദാറ്റ് ഈസ് പാർലമെന്റ് ഒരു നിയമം വഴി പാസ്സാക്കിയാൽ മാത്രം. പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്സഭയും രാജ്യസഭയും സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ മാറ്റണം എന്നൊരു പ്രമേയം പാസ്സാക്കി പ്രസിഡന്റിന്റെ കയ്യിൽ എത്തുവാണ് എങ്കിൽ മാത്രമേ പ്രസിഡന്റിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. Activities of the Election Commission in different states and union territories are coordinated by Chief Electoral Officers. അപ്പോൾ ഇനി അടുത്ത ഒരു പോസ്റ്റാണ് ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ്റെ ഒരു ഹെഡാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഹെഡാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ല, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറയാം.
ഇതൊരു സ്റ്റേറ്റിനകത്ത് വരുന്ന പോസ്റ്റാണ് കേട്ടോ, സ്റ്റേറ്റിനകത്ത് വരുന്ന പോസ്റ്റാണ്. നമ്മുടെ സ്റ്റേറ്റിലുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു IAS കാരനെയാണ് നോർമലി ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്തിലുള്ള സർക്കാരല്ല അപ്പോയിന്റ് ചെയ്യുന്നത്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് അദ്ദേഹത്തിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ഓൺ ദ കൺസൾട്ടേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതും കൂടെ ഓർക്കണം കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് സെലക്ഷൻ കമ്മിറ്റിയെ പറ്റി പഠിക്കാം. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് നമ്മുടെ ആർട്ടിക്കിൾ 324 പറയുന്നുണ്ട്. സെലക്ഷൻ കമ്മിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ കറണ്ട് അഫെയർ പേഴ്സ്പെക്റ്റീവിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഇലക്ഷൻ കമ്മീഷനകത്തുള്ള ഒരു ഭാഗമാണ് സെലക്ഷൻ കമ്മിറ്റി. കാരണം ഈ വർഷവും കഴിഞ്ഞ വർഷവും സുപ്രീം കോർട്ടും അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റുമായി ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം തർക്കങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർ പേഴ്സ്പെക്റ്റീവിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെലക്ഷൻ കമ്മിറ്റി. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 2 സെലക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സെലക്ഷൻ കമ്മിറ്റി വേറൊന്നുമല്ല, നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും അതേപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് നോർമലി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ 3 പേരുമാണ് വരുന്നത്: പ്രൈം മിനിസ്റ്റർ, അതേപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ, പിന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ. ഈ 3 ആൾക്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര മന്ത്രി, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, നോർമലി ഹോം മിനിസ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത്, ഹോം മിനിസ്റ്റർ ഇന്ത്യയുടെ കേസിൽ. അതേപോലെ തന്നെ നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും. ഈ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും തീരുമാനിക്കുന്നതാണ്, അപ്പോയിന്റ് ചെയ്യുന്നതല്ല. ഇവരുടെ ശുപാർശ, ഇവര് ഒരു വ്യക്തിയെ ചൂസ് ചെയ്യും, ആ ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇത് ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 2 ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 2 സെലക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. സെലക്ഷൻ കമ്മിറ്റിയിൽ ഈ 3 ആൾക്കാരുമാണുള്ളത്. അഥവാ ഇനിയിപ്പോൾ ലോക്സഭയിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ല എന്ന് വിചാരിക്കുക. ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ല എങ്കിൽ ഒപ്പോസിഷൻ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെയാണ് ഇതിൽ മെമ്പറായിട്ട് ആഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. In case there is no leader of the opposition in Lok Sabha, then the leader of the largest opposition party in terms of numerical strength. ലോക്സഭയ്ക്കകത്തുള്ള ഒപ്പോസിഷനിൽ ഏറ്റവും കൂടുതൽ ഉള്ള പാർട്ടി, മെയിൻ ആയിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറിനെ ഈ ഒരു മെമ്പർഷിപ്പ് നൽകും. അപ്പോൾ ഇതാണ് സെലക്ഷൻ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ് ഇലക്ഷൻ കമ്മീഷനെങ്കിൽ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഇനി അടുത്ത വേറൊരു PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സെക്ഷനാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇതിന് മുന്നേ ഉള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കുറിച്ച്. അപ്പോൾ ആദ്യത്തെ വ്യക്തിയാണ് സുകുമാർ സെൻ. നമുക്കറിയാവുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. 1950 മുതൽ 1958 വരെയാണ് അദ്ദേഹം സെർവ് ചെയ്തിരുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പിക്ചറാണ്. ശ്രീ സുകുമാർ സെൻ 21 മാർച്ച് 1950. ഇപ്പോൾ ഈ ഒരു ഡേറ്റ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. 1950 മാർച്ച് 21 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 25 മാറിപ്പോകരുത് രണ്ടും. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് നമ്മുടെ സുകുമാർ സെൻ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരേ ഒരു വനിത ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ഇന്ത്യയിലെ ഒരേ ഒരു വനിത അല്ലെങ്കിൽ ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം VS രമാദേവി. ഇതിനു മുന്നേ ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ വനിത അല്ലെങ്കിൽ ഒരേ ഒരു വനിത എന്ന് പറഞ്ഞാൽ VS രമാദേവി. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. ഏറ്റവും കുറച്ച് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തിയും VS രമാദേവി തന്നെയാണ്. 16 ദിവസം മാത്രമേ ഇവര് സർവീസിൽ ഉണ്ടായിരുന്നുള്ളൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി. അപ്പോൾ ആദ്യത്തെ സ്ത്രീ അല്ലെങ്കിൽ ഒരേ ഒരു സ്ത്രീ
അല്ല എങ്കിൽ ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തി എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം VS രമാദേവിയാണ്. 16 ദിവസം മാത്രമേ അവർ സർവീസിലുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ സെക്കൻഡ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടൊരു വ്യക്തിയുണ്ട്, സെക്കൻഡ് ചീഫ്. അത് അദ്ദേഹത്തിന്റെ പേര് സുന്ദരം എന്നാണ്. സെക്കൻഡ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ലോങ്സ്റ്റ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തി KVR സുന്ദരം എന്ന് പറയുന്ന വ്യക്തിയാണ്. KVR സുന്ദരം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം രണ്ടാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം അവരാണ്. ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹമാണ്. അതേപോലെ തന്നെ ഏറ്റവും കുറച്ചു കാലം VS രമാദേവി ആയിരുന്നു. പിന്നെ 10ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഇദ്ദേഹത്തിനെ പറ്റി പറയാതെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ക്ലാസ് പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ TN ശേഷൻ എന്ന് പറയുന്ന മഹാനായ ബ്യൂറോക്രാറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. 10ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ഇദ്ദേഹം. നമുക്കൊക്കെ അഭിമാനം കൊള്ളാവുന്ന ഇദ്ദേഹം ഒരു മലയാളിയായിരുന്നു. ഇദ്ദേഹം മലയാളിയായ TN ശേഷൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കിയത്. അന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹം വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായി അപ്പോയിന്റ് ചെയ്ത് ആ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയം വരെയും ഇപ്പം നോർത്തേൺ സ്റ്റേറ്റ്സിലും അതേപോലെ തന്നെ അകത്തോട്ടുള്ള പ്രദേശങ്ങളിൽ ഈ മാവോയിസ്റ്റ് ഏരിയാസിലൊക്കെ ഭയങ്കരമായി കള്ളവോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് തടയാൻ വേണ്ടി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെക്കാനിസമേ ഇല്ലായിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷമാണ് വോട്ടേഴ്സ് ഐഡിയും അതേപോലെ തന്നെ വോട്ടേഴ്സ് ഐഡിയിൽ തന്നെ ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ഐ ഡി ഒക്കെ കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭയങ്കര മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഇതുവരെയുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി. ഇന്ന് ഇലക്ഷൻ കമ്മീഷന് ഇത്രയും അധികാരങ്ങൾ ഉണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷന് തന്നെ മനസ്സിലാവാൻ കാരണമായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതിനു മുന്നേ ഇലക്ഷൻ കമ്മീഷനെ പറ്റി ജനങ്ങൾക്ക് പോലും അറിയത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നു. വോട്ടേഴ്സ് ഐ ഡി കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇലക്ടറൽ സിസ്റ്റത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ഐ ഡി കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. മലയാളി ആയിട്ടുള്ള വ്യക്തിയാണ്. 10ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ എന്ന് പറയുന്നത്. 1990 മുതൽ 1996 വരെയുള്ള കാലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ടെനർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യവും കൂടെയുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ സമയത്താണ് മൾട്ടി മെമ്പർ കമ്മീഷൻ ആവുന്നത്. ഇലക്ഷൻ കമ്മീഷൻ മൾട്ടി മെമ്പർ കമ്മീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിലാണെന്ന്. 1990 ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ഓൺ ഇലക്ഷൻ റിഫോംസ് വരുന്നത്. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിൽ 1993 ഒക്ടോബറിലാണ് മൾട്ടി മെമ്പർ കമ്മീഷൻ ആവുന്നത്. അദ്ദേഹത്തിന്റെ സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്ത് ആദ്യ കുറേ നാൾ 1990 ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. 1993 ഒക്ടോബർ വരെ ഇദ്ദേഹം മാത്രമായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇലക്ഷൻ കമ്മീഷനിൽ. 93 ഒക്ടോബറിലാണ് വേറെ 2 പേരെയും കൂടെ അപ്പോയിന്റ് ചെയ്യുന്നത്. 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടെ അപ്പോയിന്റ് ചെയ്യുന്നത്. അവരാണ് ഈ MS ഗില്ലും അതേപോലെ തന്നെ GVG കൃഷ്ണമൂർത്തിയും. ഈ 2 പേര് ആദ്യമായി അപ്പോയിന്റ് ചെയ്ത ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. ഈ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിൽ ആദ്യമായി ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് MS ഗില്ലും GVG കൃഷ്ണമൂർത്തിയും. പക്ഷേ ഈ ഒരു അപ്പോയിൻമെന്റിന് ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ TN ശേഷൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ അധികാരങ്ങൾ കുറച്ച് ഇല്ലാണ്ടാക്കുക എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വന്നത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഈ TN ശേഷന് ശേഷം MS ഗില്ലിനെ വീണ്ടും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കുന്നു. അതിനുശേഷം വീണ്ടും GVG കൃഷ്ണമൂർത്തി ഇലക്ഷൻ കമ്മീഷണർ ആവുന്നു, മീൻസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവുന്നു. അപ്പം ഇവർ തമ്മിൽ ഒത്തിരി ഡിസ്പ്യൂട്ടും കാര്യങ്ങളും ഒത്തിരി തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ TN ശേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. TN ശേഷൻ, സുകുമാർ സെൻ, VS രമാദേവി ഇവരെ പറ്റിയൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിലവിലുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ ഇരിക്കുന്ന ഇദ്ദേഹം. ഗ്യാനേഷ് കുമാർ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഗ്യാനേഷ് കുമാർ സിംഗ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുവാണെങ്കിലും നമുക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കേരള കേഡ IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. കേരള കേഡ IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ സിംഗ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹമാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ആദ്യത്തെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നിലവിലുള്ള.
ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി പറയുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ കുറേ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സുപ്രീം കോർട്ടും തമ്മിൽ കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളും ആയത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അപ്പോയിൻമെന്റിന്റെ സമയത്ത് 2023 അനൂപ് ഭരദ്വാൾ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. 2023 അനൂപ് ഭരദ്വാളിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. സുപ്രീം കോർട്ടിൽ വന്ന ഒരു കേസാണ്. ഈ ഇലക്ഷൻ കമ്മീഷണറിന്റെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു അത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്ന സാഹചര്യത്തിൽ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെന്റ്, ഭയങ്കര ചരിത്രപരമായ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു സുപ്രീം കോർട്ട് അന്ന് പുറപ്പെടുവിച്ചത്. അപ്പം അതിൽ പറഞ്ഞ പ്രകാരം ഇനി പാർലമെന്റ് നിയമം വഴി ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നത് വരെ ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ഒരേപോലെ അധികാരമുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ട് വിധിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അപ്പോൾ ആദ്യം സുപ്രീം കോർട്ട് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കണം എന്നാണ് സുപ്രീം കോർട്ട് അഭിപ്രായപ്പെട്ടത്. പക്ഷെ അതിനുശേഷം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നു. ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട്, ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് 2023 എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവരുന്നു. ഇത് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് 1991 റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ്. ഈ ഒരു ആക്ടിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞ സെലക്ഷൻ കമ്മിറ്റി വരുന്നത്. അതിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ സെലക്ഷൻ കമ്മിറ്റി നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ ആരില്ലായിരുന്നു, ചീഫ് ജസ്റ്റിസ് ഇല്ലായിരുന്നു, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇല്ലായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ അധികാരം ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ അപ്പോയിൻമെൻറ്റിൽ കുറയ്ക്കുന്നതായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യമായിരുന്നില്ല സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടത്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു രീതിയിലാക്കി. മാക്സിമം ജുഡീഷ്യറിയുടെ ഇന്റർഫറൻസ് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ അധികാരം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഈ ഒരു പുതിയ നിയമത്തിൻ്റെ അകത്ത് സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെ ആയ സമയത്ത് സുപ്രീം കോർട്ട് ഭയങ്കരമായി ഇടപെട്ടു. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റും സുപ്രീം കോർട്ടുമായി ഒത്തിരി കാലത്തെ ഒരു ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഡിസ്പ്യൂട്ടൊക്കെ കഴിഞ്ഞ് ഇതേ സെലക്ഷൻ കമ്മിറ്റി മാത്രം വെച്ച് അപ്പോയിന്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയാം. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 324 പറയുന്ന ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം റിമൂവൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇംപീച്ച്മെന്റ് ഒരു പ്രോസസ്സിനെ പറ്റി നമുക്ക് നേരത്തെ ഒരു ഫിഗറിൽ ഒരു മെൻഷൻ ഉണ്ടായിരുന്നു. ഇംപീച്ച്മെന്റ് പ്രോസസ്സ് സുപ്രീം കോർട്ട് ജഡ്ജിമാരെയും അതേപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരെയും അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പാർലമെന്റ് നിയമം വഴി പാസ്സാക്കി പ്രസിഡന്റിന്റെ കയ്യിൽ എത്തിയാൽ മാത്രമേ ആ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയെ റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കേസിലും ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് ടെനർ സെക്യൂരിറ്റി ഉണ്ട്. He cannot be removed from his office except in the same manner on the same grounds as a judge of Supreme Court. സുപ്രീം കോർട്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ രീതിയിൽ മാത്രമേ ആരെയും റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ആ പ്രോസസ്സിന്റെ പേരാണ് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ലോക്സഭയും രാജ്യസഭയുടെയും സ്പെഷ്യൽ മെജോറിറ്റി വഴി പാസ്സാവണം. അതായത് ഇങ്ങനെ ഒരു വ്യക്തിനെ റിമൂവ് ചെയ്യണം എന്നൊരു പ്രമേയം പാസ്സായി പ്രസിഡന്റിന്റെ കയ്യിലെത്തിയാൽ മാത്രമേ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ he can be removed by president on the basis of a resolution passed to that effect by both the House of Parliament with special majority either on the ground of proved misbehavior or incapacity. Proved misbehavior or incapacity. ഈ രണ്ട് ഗ്രൗണ്ട്സിൽ മാത്രമേ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ട് കാരണങ്ങൾ, അതായത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ രണ്ട് കാരണങ്ങളുടെ ബേസിസിൽ മാത്രമേ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാർലമെന്റിന് ഇദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പ്രസിഡന്റിന്റെ പ്ലഷറിന് അത്രയും കാലം അല്ലെങ്കിൽ എപ്പോഴും പ്രസിഡന്റിന് താല്പര്യമുള്ള അത്രയും കാലം ഇദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കത്തില്ല.
കാരണം ഇതാണല്ലോ, കാരണം ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട പാസ്സാക്കിയ ഒരു പ്രമേയം പ്രസിഡന്റിന്റെ കയ്യിലെത്തിയാൽ പ്രസിഡന്റിന് ഇദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ he does not hold his office till the pressure of president. He does not hold his office till the pleasure of president, though he is appointed by him. പല പോസ്റ്റുകളും ടിൽ ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്നാണ്, പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതേപോലെ തന്നെ ഇവരെ ഒരിക്കൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എതിരായി അല്ലെങ്കിൽ ഇവരുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് സാലറിയോ മറ്റ് കാര്യങ്ങളോ കുറയ്ക്കാൻ സാധിക്കത്തില്ല. സർവീസ് കണ്ടീഷൻസ് ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ cannot be varied to his disadvantage after his appointment. അപ്പോയിൻമെന്റിന് ശേഷം ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയോ ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ, അതായത് ശമ്പളവും മറ്റ് കാര്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കത്തില്ല അപ്പോയിൻമെന്റ് ചെയ്തതിന് ശേഷം. അവരുടെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു കുറച്ച് പ്രൊവിഷൻസ് ആണ് ഇതൊക്കെ. അതേപോലെ തന്നെ റീജിയണൽ കമ്മീഷണേഴ്സിനെ സ്വന്തം ഇഷ്ടത്തിൽ അങ്ങനെ പ്രസിഡന്റിന് എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. പകരം ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റീജിയണൽ കമ്മീഷണറിനെയും അതേപോലെ തന്നെ റീജിയണൽ കമ്മീഷണറിനെ മാത്രമല്ല ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്, അതായത് സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ പ്രോസസ്സാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷണറിനെയും അതേപോലെ തന്നെ റീജിയണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും റിമൂവ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ റെക്കമെൻഡേഷനിൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാര്യം മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു റിമൂവലിന്റെ കാര്യം മാത്രമാണ്. ബാക്കി എല്ലാ അധികാരങ്ങളും സാലറീസും മറ്റ് പേർക്സും അലവൻസുകളും എല്ലാം മറ്റ് ഫങ്ഷൻസ് ആണെങ്കിലും എല്ലാം തുല്യമാണ്. പേരിൽ മാത്രമേ ചീഫ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ റിമൂവലിന്റെ കേസിൽ മാത്രമാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. ഇനി അടുത്തത് ഷോർട്ട് കമ്മിങ്സ്. അപ്പം നമ്മുടെ ഭരണഘടനയിൽ ഈ ഒരു ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊന്നും വ്യക്തമായി കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് ക്വാളിഫിക്കേഷൻ. ഇലക്ഷൻ കമ്മീഷനകത്ത് വരുന്ന ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയും ക്വാളിഫിക്കേഷൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ, അതായത് അവർക്ക് എന്ത് ലീഗൽ ബാക്ക്ഗ്രൗണ്ട് വരണമെന്നോ അല്ലെങ്കിൽ അവരൊരു ജുഡീഷ്യൽ ഓഫീസർ ആവണമെന്നോ അല്ലെങ്കിൽ എന്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്നോ അല്ലെങ്കിൽ എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടാവണമെന്നോ ഇന്ത്യൻ ഭരണഘടനയിൽ യാതൊരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല. അതൊരു പോരായ്മയാണ്. ഇപ്പോൾ പല പോസ്റ്റുകൾക്ക്, ഇപ്പോൾ ലോക്പാൽ പോലെയൊക്കെയുള്ള പോസ്റ്റുകൾക്കാണെങ്കിൽ ജുഡീഷ്യൽ മെമ്പർ ആവണമെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ വരണം, നോൺ ജുഡീഷ്യൽ മെമ്പർ ആവണമെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വരണം എന്ന് അത് ഭരണഘടനയിലല്ല ആക്ട് വഴി വന്നതാണ്. പക്ഷെ എന്നാലും ആ ഒരു ആക്ടിനകത്തുണ്ട്. പക്ഷേ ഈ ഭരണഘടനയ്ക്കകത്ത് ഇലക്ഷൻ കമ്മീഷണേഴ്സുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസും പറഞ്ഞിട്ടില്ല. അതൊരു പോരായ്മയാണ്. പക്ഷേ പ്രാക്ടിക്കലി ആ ഒരു പോരായ്മ നമുക്കൊരു ബുദ്ധിമുട്ടായി വരുന്നില്ല. കാരണം വളരെയേറെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ധാരാളം ഭരണപരിചയമുള്ള ഒരു വ്യക്തിയാണ്. അതായത് സീനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി അതൊരു ബുദ്ധിമുട്ടായി നമുക്ക് വരാറില്ല. ദെൻ ഹാസ് നോട്ട് സ്പെസിഫൈഡ് ദ ടേം ഓഫ് മെമ്പേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു, ആർട്ടിക്കിൾ 324 പറയുന്നത് ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. അതേപോലെ തന്നെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും വേണം. പ്രസിഡന്റിന് അപ്പോൾ ഉള്ള സാഹചര്യം അനുസരിച്ച്, അതായത് മാറി വരുന്ന സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അപ്പോൾ ഉള്ള സാഹചര്യം അനുസരിച്ച് മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അല്ലാതെ എത്ര ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇന്ത്യയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടാവണം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നില്ല. അപ്പോൾ അതും ഒരു ഷോർട്ട് കമ്മിങ് ആണ്. അതേപോലെ തന്നെ the constitution has not debarred the retiring election commissioners from any further appointment by the government. അപ്പോൾ നമ്മൾ പല പോസ്റ്റുകൾക്കും ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തി ആ ഒരു പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ മറ്റ് പോസ്റ്റുകളിലേക്ക് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുകയില്ല.
പക്ഷേ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ കേസ് പറയുവാണെങ്കിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. അതായത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുമായി അനുകൂല നിലപാടെടുക്കുന്നതായി കാണാൻ പറ്റും. കാരണം അത് കഴിഞ്ഞ് പിന്നീട് അവർ ഈ പറയുന്ന ഗവൺമെൻറ് തന്നെയല്ലേ അവർക്ക് പിന്നീട് വരുന്ന അപ്പോയിൻമെൻ്റ് ഒക്കെ നൽകുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ഷോർട്ട് കമ്മിങ് ആണിത്. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ പിന്നീട് ഫർദർ അപ്പോയിൻമെൻറ്റ്സിൽ നിന്നും ഡീബാർ ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ പവേഴ്സും ഫങ്ഷൻസിനെ കുറിച്ചാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ഷൻ കമ്മീഷനാണ് ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞു, ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഇലക്ഷൻസ് ആണ് ഇതിൻ്റെ അധീനതയിൽ വരുന്നത് അല്ലെങ്കിൽ അധികാര പരിധിയിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. പ്രസിഡന്റിൻ്റെ, വൈസ് പ്രസിഡന്റിൻ്റെ, പാർലമെന്റിൻ്റെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൻ്റെ. പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പാലിറ്റി ഇലക്ഷനും ഇതിൻ്റെ അധികാര പരിധിയിൽ വരത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു അധികാര പരിധിയെ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ സാധിക്കും: അഡ്വൈസറി, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്യൂസി ജുഡീഷ്യൽ. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ പവേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ 3ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും: അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, അഡ്വൈസറി ആൻഡ് ക്വാസി ജുഡീഷ്യൽ. ഈ ഭരണപരമായുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ നടത്തുക, ഇലക്ഷന് നേതൃത്വം നൽകുക, ഇന്ന ഓഫീസേഴ്സിനെ അലോട്ട് ചെയ്യുക, ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, റീജിയണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അഡ്വൈസറി എന്ന് പറയുന്നത് പലപ്പോഴും പ്രസിഡന്റിനും അതേപോലെ തന്നെ ഗവർണറിനൊക്കെ അഡ്വൈസ് നൽകുന്ന കാര്യങ്ങളുണ്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് അഡ്വൈസറി പവേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്തതാണ് ക്വാസി ജുഡീഷ്യൽ. ക്വാസി ജുഡീഷ്യലിൽ പേര് തന്നെ നമുക്കറിയാം, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ആക്ട് ചെയ്യുന്നത് പോലെയുള്ള ഫങ്ഷൻസ്. അതായത് ഇപ്പം നമുക്കൊരു മാൽ പ്രാക്ടീസ് വരുവാണ്, ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മാൽ പ്രാക്ടീസ് വരുവാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ട് വരുവാണ് എങ്കിൽ ആ ഒരു ഡിസ്പ്യൂട്ട് പരിഹരിക്കുക എന്നുള്ള അങ്ങനെയുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുന്ന സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കും. ഏകദേശം ഒരു 15ഓളം പവേഴ്സും ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ 15 കാര്യങ്ങളും ഒന്നെങ്കിൽ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വൈസറി ആയിരിക്കും, ക്വാസി ജുഡീഷ്യൽ ആയിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ പവേഴ്സും ഫങ്ഷൻസ് എന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒരു കമ്മീഷനെ കുറിച്ച് പറയാം, ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് മണ്ഡലങ്ങളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്. അതായത് പുതുതായിട്ട് കുറേ നാൾ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 5 വർഷം 10 വർഷം കഴിയുന്ന സമയത്ത് പോപ്പുലേഷനും കാര്യങ്ങളിലും ഒക്കെ മാറ്റം വരുമല്ലോ. പോപ്പുലേഷനിൽ മാറ്റം വരുന്ന അനുസരിച്ച് ഓരോ മണ്ഡലത്തിലും ഈക്വൽ പോപ്പുലേഷൻ ആകാൻ വേണ്ടി മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കും. ആ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനുള്ള ഒരു കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കുറച്ചു കാലം മാത്രമേ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻസിന്റെ ബേസിസിലുള്ള ഡേറ്റ വെച്ചിട്ട് ഓരോ മണ്ഡലത്തിലും ആൾക്കാരെ അലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ വോട്ടേഴ്സിനെ അലോട്ട് ചെയ്യുക, മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ ഫംഗ്ഷൻസിൽ ഒരെണ്ണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇലക്ടറൽ റൂൾസ് റിവൈസ് ചെയ്യുക, അല്ല എങ്കിൽ വോട്ടിംഗ് ലിസ്റ്റിലേക്ക് പുതിയ ആൾക്കാരെ ചേർക്കുക, വേണ്ടാത്ത ആൾക്കാരെ മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് വോട്ടിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുനഃക്രമീകരിക്കുക, റിവൈസ് ചെയ്യുക. ആൻഡ് ടു രജിസ്റ്റർ ഓൾ എലിജിബിൾ വോട്ടേഴ്സ്. ഈ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ എല്ലാം വോട്ടിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷൻ തന്നെയല്ലേ. അതേപോലെ തന്നെ ഇപ്പം മരിച്ചുപോയ ആൾക്കാർ അവരെ വോട്ടിംഗ് ലിസ്റ്റിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഒരു മണ്ഡലത്തിൽ നിന്ന് വേറൊരു മണ്ഡലത്തിലേക്ക് താമസം മാറിയ വ്യക്തി അവരെ പുതിയ മണ്ഡലത്തിന്റെ കീഴിലുള്ള വോട്ടിംഗ് ലിസ്റ്റിലാക്കുന്നത് ആരാ? അതും എല്ലാം ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഇനി അടുത്തത് നോമിനേഷൻ പേപ്പേഴ്സ് സ്ക്രൂട്ടനൈസ് ചെയ്യുക. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിന്റെ നോമിനേഷൻ പേപ്പേഴ്സ് സ്ക്രൂട്ടനൈസ് ചെയ്യുക. അതേപോലെ തന്നെ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുക, അതായത് എലക്ഷന്റെ ഡേറ്റ്സും ഷെഡ്യൂളും ഡിക്ലെയർ ചെയ്യുക. ഇത് നോർമലി അവർ പ്രസ് കോൺഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഒക്കെ വന്ന് ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കും. ആ പ്രസ് കോൺഫറൻസിലാണ് ഇന്ന സംസ്ഥാനത്തിന് ഇന്ന ദിവസം ഇലക്ഷൻ നടക്കും, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ ഇലക്ഷൻ നടക്കും എന്നൊക്കെ അവർ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നോട്ടിഫൈ ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾസ് ഓഫ് ഇലക്ഷൻസ്, ഈ ഒരു കാര്യം ആരുടെ ഫംഗ്ഷനാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുക. ഇപ്പോൾ പാർട്ടീസിനെ സ്റ്റേറ്റ് പാർട്ടീസ് ആയിട്ടും അതേപോലെ തന്നെ നാഷണൽ പാർട്ടി ആയിട്ടും. ഇപ്പോൾ
കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിക്വസിറ്റ്സ് ഇല്ല എങ്കിൽ നാഷണൽ പാർട്ടിയെ തിരിച്ച് വീണ്ടും സ്റ്റേറ്റ് പാർട്ടി ആക്കാനും ഒക്കെ ഉള്ള അധികാരം നമ്മുടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ തന്നെ ഈ പാർട്ടിക്ക് ഇലക്ഷൻ സിംബൽസ് ഒക്കെ നൽകുന്നതും ഈവൻ പാർട്ടികൾക്കും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ വരാറില്ലേ. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് മറ്റൊരു പാർട്ടിയോട് ചേരുന്ന സമയത്തും ഒക്കെ പുതിയ പുതിയ സിംബലും എല്ലാം അലോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ ഡിസ്പ്യൂട്ട്സിനെ കോർട്ടായിട്ട് സെറ്റിൽ ചെയ്യുക. ഇതാണ് നേരത്തെ പറഞ്ഞ കോസി ജുഡീഷ്യൽ ഫംഗ്ഷൻസിലൊന്ന് അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ പവേഴ്സ്. ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുക. എന്തുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്പ്യൂട്ട്സ് ഒന്നും പറ്റത്തില്ല, എലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്പ്യൂട്ട്സും സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനും ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഈ ഒരു കാര്യത്തിലാണ് ഒരു കോർട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോസി ജുഡീഷ്യൽ പവറാണ്. റിലേറ്റഡ് ടു ഗ്രാൻഡിങ് ഓഫ് റെക്കഗ്നീഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഇലക്ഷൻ സിംബൽസ് ടു ദം. പലപ്പോഴും ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നീഷൻ കൊടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഇലക്ഷൻ സിംബൽസ് ഒക്കെ അലോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി തർക്കങ്ങൾ വരാറുണ്ട്. നമുക്കറിയാം, നമുക്കൊരു നാഷണൽ പാർട്ടിയിൽ തന്നെ ഒരു പാർട്ടിയുണ്ട്, ഈ പറയുന്ന A തൊട്ട് Z വരെയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പാർട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ പലപ്പോഴും ഈ പറയുന്ന ഇങ്ങനെയുള്ള സബ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള സമയത്ത് അവർ ഭരിക്കുന്ന പാർട്ടിയുമായി ചേരാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾക്കും കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾക്കും പുതിയ സിംബലൊക്കെ അലോട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി തർക്കങ്ങൾ വരാറുണ്ട്. മെയിൻ പാർട്ടി സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി തർക്കങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന ഡിസ്പ്യൂട്ട്സിനെ പറ്റി എൻക്വയറി നടത്താനുള്ള ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. To appoint officers for enquiring into disputes relating to electoral arrangements. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പല ഗവൺമെൻറ് ജീവനക്കാർക്കൊക്കെയാണ് ഇലക്ഷൻ ഡ്യൂട്ടി വരുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് അത്രത്തോളം സ്റ്റാഫ് ഇല്ല, ഇലക്ഷൻ നടത്താൻ വേണ്ടിയുള്ള അത്രത്തോളം സ്റ്റാഫ് ഇല്ല. പിന്നെ കുറച്ച് ഇടയ്ക്ക് മാത്രം 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു പ്രോസസ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർമനൻ്റ് ആയിട്ട് സ്റ്റാഫിൻ്റെ ആവശ്യം ഇവർക്ക് വലുതായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വരുന്ന സമയത്ത് മറ്റ് ഗവൺമെൻറ് ജീവനക്കാരെ ഇവർ എടുക്കാറാണ് പതിവ്. ഗവൺമെൻറ് ജീവനക്കാർക്ക് ഡ്യൂട്ടി നൽകാറാണ് പതിവ്. ടു ഡിറ്റർമിൻ ദ കോഡ് ഓഫ് കണ്ടക്ട് ടു ബി ഒബ്സർവ്ഡ് ബൈ ദ പാർട്ടീസ് ആൻഡ് ദ കാൻഡിഡേറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ഇലക്ഷൻസ്. ഇലക്ഷൻ്റെ സമയത്ത് പാർട്ടികളും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളും ഒബ്സർവ് ചെയ്യുന്ന കോഡ് ഓഫ് കണ്ടക്ട്. ഇപ്പോൾ ധാരാളം കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റി ആർട്ടിക്കിൾ 324 തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 324 തന്നെയാണ് കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ചും പറയുന്നത്, ഇലക്ഷൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ചും പറയുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് ധാരാളം റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അതായത് പുതുതായിട്ട് ഒരു പദ്ധതി ഇനോഗ്രേറ്റ് ചെയ്യാൻ പാടില്ല, പുതുതായി ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ TV-യിലും റേഡിയോയിലും അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലും ന്യൂസ് പേപ്പേഴ്സിലുമൂടെ എല്ലാം അവർ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുകയും സ്ക്രൂട്ടനൈസ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരവും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. To advise the president on matters relating to disqualifications of members of parliament. ഇത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് വേണ്ട അഡ്വൈസറി പവേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് അഡ്വൈസറി പവേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. MP-മാരുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യൻ പ്രസിഡന്റിന് അഡ്വൈസ് നൽകുക. MP-മാരുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രസിഡന്റിന് അഡ്വൈസ് നൽകുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു അഡ്വൈസറി പവറാണ്. ടു അഡ്വൈസ് ദ ഗവർണർ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അകത്ത് വരുന്ന സമയത്ത് MLA-മാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ വരാറുണ്ട്. ഈ MLA-മാരുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണറിന് അഡ്വൈസ് നൽകുക എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷനാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷനാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ ഈ നിയമസഭാ ഇലക്ഷനും നടത്തുന്നത്. അതായത് MLA-മാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷനും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്വാളിഫിക്കേഷൻസിനെ പറ്റിയുള്ള അഡ്വൈസും ഗവർണറിന് നൽകുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ തന്നെ ടു ക്യാൻസൽ പോൾസ് ഇൻ ദ ഇവന്റ് ഓഫ് റിഗിംഗ്, ബൂത്ത് ക്യാപ്ചറിംഗ്, വയലൻസ് ആൻഡ് അതർ ഇറഗുലാരിറ്റീസ്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസോ വയലൻസോ അങ്ങനെയുള്ള എന്ത് കാര്യം വന്നാലും ആ ഒരു സ്ഥലത്തെ പോളിംഗ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന സ്ഥിരമായ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ഇനി അടുത്തൊരു പോയിന്റ് ആണ് ടു റിക്വസ്റ്റ് ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ ഫോർ റിക്വസിഷനിങ് ദ സ്റ്റാഫ് നെസസറി ഫോർ കണ്ടക്ടിങ് എലക്ഷൻസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇലക്ഷൻ കമ്മീഷന് പെർമനന്റ് ആയിട്ട് വലിയൊരു സ്റ്റാഫിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇല്ല. അതിന്റെ ആവശ്യവുമില്ല, കാരണം 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു പ്രോസസ്സ് അല്ലേ എലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സ്റ്റാഫിന്റെ ആവശ്യം അവർക്ക് പെർമനന്റ് ആയിട്ടില്ല. പക്ഷേ ഈ എലക്ഷൻ വരുന്ന സമയത്ത് അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഗവൺമെന്റ് ജീവനക്കാർക്ക് ഡ്യൂട്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനോടും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരാണെങ്കിൽ ഗവർണറിനോടും ആവശ്യപ്പെടാം. ഇത് മാത്രം ഈ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. താഴെത്തട്ടിലുള്ള പോളിംഗ് ഡ്യൂട്ടി പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ സെക്രട്ടറി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള ആൾക്കാരെയും ഓഫീസേഴ്സിനെയും ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിട്ടുകൊടുക്കാനൊക്കെ ആവശ്യപ്പെടാം ഇലക്ഷൻ കമ്മീഷന്. അതേപോലെ തന്നെ ടു സൂപ്പർവൈസ് ദ മെഷീനറി ഫോർ എലക്ഷൻസ്. കള്ളത്തരം നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണ്ടേ, എന്നാൽ മാത്രമല്ലേ ഫെയർ ആൻഡ് ഫ്രീ എലക്ഷൻസ് വരത്തുള്ളൂ. അപ്പോൾ യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളും അല്ലെങ്കിൽ കൃത്രിമത്വരങ്ങളും മെഷീൻസിൽ ഇല്ല എന്ന് ഉറപ്പാക്കുന്നതും ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. To advise the president whether elections can be held in a state under president's rule in order to extend the period of emergency after 1 year. ഈ പ്രസിഡന്റ്സ് റൂള് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ആവുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സ്ഥലത്ത് എപ്പോൾ എലക്ഷൻ നടത്താം അല്ലെങ്കിൽ എങ്ങനെ എലക്ഷൻ നടത്താം എന്ന് പ്രസിഡന്റിന് അഡ്വൈസ് നൽകാനുള്ള അധികാരവും ആർക്കാണുള്ളത്? ഇലക്ഷൻ കമ്മീഷനാണ് ഉള്ളത്. ഇതും ഒരു അഡ്വൈസറി ഫംഗ്ഷൻ ആണ്. അടുത്തത് ടു രജിസ്റ്റർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇലക്ഷൻസ് ആൻഡ് ഗ്രാന്റ് ദം ദ സ്റ്റാറ്റസ് ഓഫ് നാഷണൽ ഓർ സ്റ്റേറ്റ് പാർട്ടീസ് ഓൺ ദ ബേസിസ് ഓഫ് ദ പോൾ പെർഫോമൻസ്. അപ്പോൾ അവരുടെ പോൾ പെർഫോമൻസിന്റെ ബേസിസിൽ പാർട്ടികളെ സ്റ്റേറ്റ് പാർട്ടീസായിട്ടും നാഷണൽ പാർട്ടീസായിട്ടും ഒക്കെ ഉള്ള റിക്കഗ്നീഷൻ നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഈ സ്റ്റേറ്റ് പാർട്ടീസ് അതേപോലെ തന്നെ നാഷണൽ പാർട്ടീസ് അവരെ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അവരുടെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ റിക്വസിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഇനി വരുന്ന പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഏതൊക്കെയാണ് നാഷണൽ പാർട്ടീസ്, ഏതൊക്കെയാണ് സ്റ്റേറ്റ് പാർട്ടീസ്, അതേപോലെ തന്നെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ്, നഷ്ടപ്പെട്ട പാർട്ടികൾ ഏതൊക്കെയാണ്. ഇതൊക്കെ ഇപ്പോൾ അടുത്തിടെ പാറ്റേൺ ചേഞ്ചിന് ശേഷം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം നാഷണൽ പാർട്ടി സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന പാർട്ടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു 3 മെമ്പർ കമ്മീഷൻ മാത്രമല്ല, ഇതിന് ഒത്തിരി ഒരു സ്ട്രക്ചർ ഉണ്ട്. മീൻസ് സ്ഥിരം എന്ന് വെച്ചാൽ ഒത്തിരി ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സ്റ്റേറ്റിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട്, ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കാണും, സ്റ്റേറ്റിൽ കാണും, അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഒരു ഡിസ്ട്രിക്റ്റിലെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്നത്. ഈ ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസറായ ഡിസ്ട്രിക്ട് കളക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. ഓരോ മണ്ഡലങ്ങളിലും ഒരു റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ പോളിംഗ് ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈസ് അസിസ്റ്റഡ് ബൈ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണേഴ്സ്. They are drawn from the civil service, അതായത് ഗവൺമെന്റ് ജീവനക്കാർ തന്നെയാണ്. ആൻഡ് അപ്പോയിന്റഡ് ബൈ ദ കമ്മീഷൻ വിത്ത് ടെനർ സിസ്റ്റം. ദേ ആർ അസിസ്റ്റഡ് ഇൻ ടേൺ ബൈ, ഇപ്പോൾ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴെത്തട്ടിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. സെക്രട്ടറീസും ജോയിന്റ് സെക്രട്ടറീസും ഡെപ്യൂട്ടി സെക്രട്ടറീസും അണ്ടർ സെക്രട്ടറീസും മറ്റ് അങ്ങനെയുള്ള പല ജീവനക്കാരുണ്ട്. ഇവരെയൊക്കെ തന്നെയാണ് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആയിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ഒത്തിരി ഫങ്ഷൻസും, സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കളക്ടർ, സബ് കളക്ടർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇലക്ഷൻ സമയത്ത് ഉറങ്ങാൻ പോലും പറ്റാത്ത അത്രത്തോളം ജോലിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇവർക്ക് 2 മാസത്തെ ശമ്പളം വരെ ലഭിക്കും. അതായത് ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിന് അതേപോലെ തന്നെ ആ ജില്ലയിലെ പോലീസ് ചീഫ് ഇവരൊക്കെ ഇലക്ഷന് മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാരാണ്, ഫുള്ളായിട്ട് മേൽനോട്ടം വഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു സമയത്ത് ഇലക്ഷൻ നടക്കുന്ന മാസത്തിൽ 2 മന്തിലെ സാലറി ക്രെഡിറ്റ് ആവും. അതേപോലെ തന്നെ നമ്മുടെ പാരാമിലിറ്ററി സെക്യൂരിറ്റി നൽകുന്നുണ്ടെങ്കിൽ, പാരാമിലിറ്ററി CRPFും CISF ഒക്കെ സെക്യൂരിറ്റി നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് 14 ദിവസത്തെ സാലറിയൊക്കെ എക്സ്ട്രാ ലഭിക്കും ഇലക്ഷന്. കാരണം അത്രത്തോളം, അപ്പോൾ ഗവൺമെൻറ് അത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും ഇലക്ഷൻ. അപ്പോൾ ഇനി അടുത്ത സ്റ്റേറ്റ് ലെവലിൽ പറയുവാണെങ്കിൽ, സ്റ്റേറ്റ് ലെവലിൽ ഇലക്ഷൻ കമ്മീഷനെ അസിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന. ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്.
ഇൻ ദ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരല്ല? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അകത്തുള്ള ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള IAS ഓഫീസർ തന്നെയാണ് അത്. ഇപ്പം നമ്മുടെ കേസാണെങ്കിൽ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന വ്യക്തിനെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്തത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. പകരം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. പക്ഷേ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഭിപ്രായം കൂടെ തേടിയതിന് ശേഷമാണ് ഈ രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന വ്യക്തിനെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിക്കുന്നത്. അപ്പൊ ഇതിന് താഴെ ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്ട്രിക്ട് ലെവലിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കളക്ടർ ഉണ്ട്. കളക്ടറാണ് ഒരു ജില്ലയുടെ ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ മണ്ഡലങ്ങളിലും ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും ആരുണ്ട്? റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ബൂത്തിലും, ഓരോ പോളിംഗ് ബൂത്തിലും ആരുണ്ട്? പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. നമുക്ക് ഈ ഒരു ടേബിൾ, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിളാണ്. ഇതൊരു ടേബിളും കൂടെ ഒന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. ഇലക്ടറൽ റോള് പ്രിപ്പയർ ചെയ്യുക, ദാറ്റ് മീൻസ് വോട്ടിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ID കാർഡ് ഇഷ്യൂ ചെയ്യുക. പ്രസിഡന്റിന്റെ, വൈസ് പ്രസിഡന്റിന്റെ, പാർലമെന്റ് അതായത് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലുള്ള എലക്ഷൻസിനെ സൂപ്പർവൈസ് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പ്രൊമൽഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ കോഡ് ഓഫ് കണ്ടക്ട് പ്രൊമൽഗേറ്റ് ചെയ്യുക, എൻഫോഴ്സ് ചെയ്യുക. ഈ പ്രൊമൽഗേഷനും പ്രൊക്ലമേഷനും പലപ്പോഴും ഡൗട്ട് വരുന്ന രണ്ട് വാക്കുകളാണ്. രണ്ടും സെയിം അല്ല. പ്രൊമൽഗേഷനും പ്രൊക്ലമേഷനും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക എന്നാണ് മീനിങ്. അതായത് ഇന്നൊരു ആക്ട് വരുന്നു അല്ലെങ്കിൽ ഇന്നൊരു ആക്ട് വന്നു എന്നൊക്കെ മീൻസ് ഈ പറയുന്ന അനൗൺസ് ചെയ്യുക, അതാണ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പ്രൊമുൽഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ട് നിലവിൽ വരുന്നതിന്, അതായത് കെയിം ഇൻ ടു എഫക്റ്റിനെയാണ് പ്രൊമൽഗേഷൻ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, രണ്ടും ഒന്നല്ല. പ്രൊക്ലമേഷൻ വേറെയാണ്, പ്രൊമൽഗേഷൻ വേറെയാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുക, പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായി റെക്കഗ്നൈസ് ചെയ്യാം, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയായി റെക്കഗ്നൈസ് ചെയ്യാം. പോളിന്റെ പെർഫോമൻസിന്റെ ബേസിസിലാണ് അത് വരുന്നത്. അങ്ങോട്ടുള്ള ഇനി ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സിംബൽസ് അലോട്ട് ചെയ്യുക. അതേപോലെ തന്നെ എലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുക, അത് റിസീവ് ചെയ്യുക, സ്ക്രൂട്ടനൈസ്, അതേപോലെ തന്നെ നോമിനേഷൻസ് സ്ക്രൂട്ടനൈസ് ചെയ്യുക, കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ പറയുന്ന നോമിനേഷൻ സ്വീകരിക്കുന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷനാണ്, അത് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുന്നതും നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നതും എല്ലാം ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ, അതേപോലെ തന്നെ കൗണ്ടിങ്ങിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാനൊക്കെ ഉള്ള തീരുമാനം ഒരു പ്രസ് കോൺഫറൻസിൽ വിളിച്ച് ഇലക്ഷൻ കമ്മീഷനാണ് പ്രഖ്യാപിക്കുന്നത്. അത് തീരുമാനിക്കാനുള്ള അധികാരവും ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. അതേപോലെ തന്നെ ഇലക്ഷൻ എക്സ്പെൻസ് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പ് ആക്ഷൻസ് വെക്കാനുള്ള അധികാരം, അത് തീരുമാനിക്കാനുള്ള അധികാരം എല്ലാം ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിന് പുറമേ തന്നെ ധാരാളം ഒബ്സർവേഴ്സിന് ഇലക്ഷൻ കമ്മീഷൻ അലോട്ട് ചെയ്യാറുണ്ട്. ഇലക്ഷൻ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെയാണ്, ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസസും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ധാരാളം ഒബ്സർവേഴ്സിന് മറ്റ് പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ കേരളത്തിലുള്ള ഒരു മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തിനെ ആണെങ്കിൽ തൊട്ടടുത്ത കേരളത്തിൽ ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ഒബ്സർവർ ആയിട്ടൊക്കെ വിടാറുണ്ട്. ഗവൺമെന്റ് ജീവനക്കാർ മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് വിശ്വസിക്കാൻ സാധ്യതയുള്ള ഇപ്പോൾ സെലിബ്രിറ്റീസിനെയൊക്കെ നമുക്കറിയാം, മോഹൻലാലിനെ പോലെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒബ്സർവർ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇലക്ഷൻ സമയത്ത് ഒബ്സർവർ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒബ്സർവേഴ്സിനെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 4 റീജിയണൽ കമ്മീഷണേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 4, ആർട്ടിക്കിൾ അല്ല, ഈ ഒരു സബ്സെക്ഷൻ 4 എന്ന് പറയുന്ന സബ്സെക്ഷൻ റീജിയണൽ കമ്മീഷണേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. റീജിയണൽ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റീജിയണൽ ലെവലിലുള്ള കമ്മീഷണേഴ്സ് ആണ്. ഇനി അടുത്ത ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 5 പറയുന്നത്
ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ കണ്ടീഷൻസ് ഓഫ് സർവീസും അതേപോലെ തന്നെ ടെനറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 5 പറയുന്നത്. ഇവരുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവരുടെ അപ്പോയിൻമെന്റിന് ശേഷം ഇവരുടെ സർവീസും ടെനറും ഒന്നും കുറയ്ക്കാനൊന്നും പറ്റില്ല. അടുത്തത് ആർട്ടിക്കിൾ 326. 324 കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 326 ഇലക്ഷൻ കമ്മീഷൻ്റെ അകത്ത് നിന്ന്. വേറെ ഒന്നുമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതിനെപ്പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 326. മത, ജാതി, മത, ലിംഗ ഭേദമന്യേ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം നൽകുക. ആ ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. There shall be a common electoral roll of eligible voters for every constituency. There are no separate lists based on religion, race, caste or gender. Everyone has equal rights to be included in that list. Elections to the Lok Sabha and state assemblies are held on the basis of adult suffrage. നമ്മുടെ ലോക്സഭയിലേക്കും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ഇലക്ഷൻസ് എല്ലാം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിലായിരിക്കണം. അതായത് 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം ലഭിക്കും. ആ ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഏത് ആർട്ടിക്കിളാണ് എന്നും പറഞ്ഞും ധാരാളം പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, എവരി ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാസ് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ് ഹാസ് ദ റൈറ്റ് ടു വോട്ട് ഇൻ എലക്ഷൻസ്. പിന്നെ വോട്ടിംഗ് ഏജ് ഫോർ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി എലക്ഷൻസ് ഇൻ ഇന്ത്യ വാസ് റെഡ്യൂസ്ഡ് ഫ്രം 21 to 18 ബൈ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1988. അപ്പോൾ 1988 അല്ല, 1989 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 നിന്ന് 18 വയസ്സായി കുറച്ചത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. തർക്കുണ്ടെ കമ്മീഷൻ, VM തർക്കുണ്ടെ കമ്മീഷൻ. ഈ തർക്കുണ്ടെ കമ്മീഷനെ പറ്റി ഈവൻ സിവിൽ സർവീസ് പ്രിലിംസിന് വരെ ധാരാളം പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തർക്കുണ്ടെ കമ്മീഷൻ ടെണ്ടുൽക്കർ കമ്മീഷൻ അല്ല, ടെണ്ടുൽക്കർ കമ്മീഷൻ പോവർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് തർക്കുണ്ടെ കമ്മീഷൻ. തർക്കുണ്ടെ എന്ന് പറയുന്ന വ്യക്തി ബോംബെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജായിരുന്നു. നമ്മുടെ ജയപ്രകാശ് നാരായണൻ്റെ ഒരു ക്ലോസ് അസോസിയേറ്റ് ഒക്കെ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. എമർജൻസി സമയത്തൊക്കെ പല ഹ്യൂമൻ റൈറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ ക്യാമ്പയിൻ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് VM തർക്കുണ്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വയസ്സ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ശുപാർശ നൽകുന്നത്. 1974 ഡേറ്റ് മാറിപ്പോരുത്. തർക്കുണ്ടെ കമ്മീഷൻ 74 പക്ഷേ ഈ അമെൻമെന്റ് വരുന്നത് 89 അപ്പോൾ തർക്കുണ്ടെ കമ്മീഷൻ 1974 അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കമ്മീഷൻ, ഈ തർക്കുണ്ടെയുടെ കമ്മീഷൻ ധാരാളം കാര്യങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് നൽകുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനും ഈ പ്രായം 21 നിന്ന് 18 ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങാനും ഒരു ക്വസ്റ്റ്യന് ഇപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഏത് കമ്മിറ്റിയാണ് വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 കുറയ്ക്കാൻ ശുപാർശ നൽകിയത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ VM തർക്കുണ്ടെയാണ്. സിവിൽ സർവീസ് പ്രിലിംസിനൊക്കെ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. 1974 തന്നെയാണ് അവർ ഈ ഒരു ശുപാർശ നൽകുന്നത്. പക്ഷെ അതൊന്നും അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു ശുപാർശ കിടക്കുന്നത് കൊണ്ടും കൂടെയാണ് 1989 61ാം ഭരണഘടനാ ഭേദഗതിയിൽ ഈ ഒരു മാറ്റം വരുന്നത്. അപ്പം നമുക്കറിയാം 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും വോട്ടവകാശമുണ്ട്, ജാതി മത ലിംഗ ഭേദമന്യേ. അതിൽ വ്യത്യാസം വരുന്നത് കുറച്ച് പേർക്ക് മാത്രമാണ്. വളരെ ഹൈ ഗ്രാവിറ്റിയിലുള്ള തെറ്റ് ചെയ്തവർക്ക്, വളരെ വലിയ തെറ്റ് ചെയ്ത് ശിക്ഷ വിധിക്കപ്പെട്ട ആൾക്കാർക്ക്, അതേപോലെ തന്നെ ചില NRIകൾക്കും എക്സെപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് പല കാരണങ്ങളാൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ആൾക്കാർ, അതായത് മാൽ പ്രാക്ടീസ് പോലെയുള്ള കാരണങ്ങൾ കാരണം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടത്, അതേപോലെ തന്നെ മെന്റലി അൺസൗണ്ട് ആയിട്ടുള്ള വ്യക്തികൾ. അപ്പം ഈ വ്യക്തികൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാർക്കും വോട്ടിംഗ് അധികാരം ഇന്ത്യയിലുണ്ട്. VM തർക്കുണ്ടെനെ ഓർത്തോളം 1974 അദ്ദേഹം ബോംബെ ഹൈക്കോർട്ടിലാണ്. ഇദ്ദേഹത്തിനെ പറ്റി സുപ്രീം കോർട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇന്ത്യയെ കണ്ട ഏറ്റവും മിടുക്കനായ ജഡ്ജി എന്ന് സുപ്രീം കോർട്ട് ഒരിക്കൽ ഇദ്ദേഹത്തിനെ പറ്റി പരാമർശിച്ചിട്ടൊക്കെയുണ്ട്. വളരെ വളരെ മിടുക്കനായിട്ടുള്ള,
വളരെ പ്രമുഖനായിട്ടുള്ളൊരു വക്കീലും ജഡ്ജിയൊക്കെ ആയിരുന്നു. ബോംബെ ഹൈക്കോർട്ടിൽ ജഡ്ജിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ഈ താർക്കുണ്ടെ എന്ന് പറയുന്നത്, VM താർക്കുണ്ടെ. അതേപോലെ തന്നെ സിവിൽ ലിബർട്ടി മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും VM താർക്കുണ്ടെയാണ്. ഫാദർ ഓഫ് സിവിൽ ലിബർട്ടി മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതും VM താർക്കുണ്ടെ എന്ന് പറയുന്ന വ്യക്തിയാണ്. സിവിൽ ലിബർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഓർഗനൈസേഷൻസും അതേപോലെ ക്യാമ്പയിൻസ് ഒക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഇനിയും കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 327, ആർട്ടിക്കിൾ 328. ആർട്ടിക്കിൾ 327 പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്കും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കും ഉള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ ഉള്ള അധികാരം ഉണ്ട്. Article 327 of the Constitution of India empowers the Parliament, state legislative alla Parliament, to make laws relating to elections to the Parliament and state assemblies. പാർലമെന്റിലേക്കും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിന് നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 327. അതേപോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ആർട്ടിക്കിൾ 328 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 328 പറയുന്നത് ഇതേ കാര്യം തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് empowers the state legislatures to make specific rules and regulations for elections in their respective states within the broad framework set by the Constitution and Parliament. അതായത് സംസ്ഥാനത്തിനകത്ത് വരുന്ന ചില എലക്ഷൻസ്, അതായത് നമ്മുടെ പഞ്ചായത്ത് എലക്ഷൻ, മുനിസിപ്പാലിറ്റി എലക്ഷൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനകത്തുള്ള സംസ്ഥാന നിയമസഭയ്ക്ക് നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 328. ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. ഇത് പാർലമെന്റിന് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 328 ആണെങ്കിൽ സംസ്ഥാന നിയമസഭകൾക്ക് അധികാരം നൽകുന്നു. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 329. ആർട്ടിക്കിൾ 329 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് പോലെ ഒരു സാധനമാണ്. ആർട്ടിക്കിൾ 329 ഇലക്ഷന്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കത്തില്ല. എല്ലാ കാര്യങ്ങളിലും അല്ല, ചില കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 329. ഡീൽസ് വിത്ത് ദ ലിമിറ്റേഷൻ ഓഫ് ദ പവേഴ്സ് ഓഫ് കോർട്ട് ടു ഇന്റർഫിയർ ഇൻ ഇലക്ടറൽ മാറ്റേഴ്സ്. ഒത്തിരി പ്രാവശ്യം ഡിസ്പ്യൂട്ട്സും സുപ്രീം കോർട്ടുമായിട്ടൊക്കെ ഡിസ്പ്യൂട്ട് വന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 329 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ it set limits to ensure that the electoral process is conducted smoothly and without unnecessary hindrance. ഒരു തരത്തിലുള്ള ഇടപെടലുകളോ തടസ്സങ്ങളോ ഇല്ലാതെ പ്രോപ്പറായിട്ട് ഇന്ത്യക്കകത്ത് ഇലക്ഷൻ നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടനാ ആർട്ടിക്കിൾ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 329. ഇനി അടുത്തത് ഇതിൽ കുറെ കൂടെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 323B എന്ന് പറയുന്നത്. ഇത് പിന്നീട് ആഡ് ചെയ്ത സാധനമാണ് ആർട്ടിക്കിൾ 323B. ഇവിടെ പറയുന്ന പ്രകാരം ഒരു ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ, ഒരു ഇലക്ഷന് ഡിസ്പ്യൂട്ട് വരുവാണ് എങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. empowers the appropriate legislature, parliament അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ to constitute a tribunal to adjudicate election disputes. election disputesമായി ബന്ധപ്പെട്ട് ഇപ്പം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ആണെങ്കിൽ പാർലമെന്റിന് അത് പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ വേണ്ടി ഒരു ട്രൈബ്യൂണൽ സ്ഥാപിക്കാം. അതേപോലെ തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഏതെങ്കിലും ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണ് എങ്കിൽ ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനായി ഒരു ട്രൈബ്യൂണലിന് നിർമ്മിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ ഒരു ആക്ട് നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്ക് നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 323B. ഇത് പിന്നീട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഒക്കെ ആയിട്ട് വിധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ദ എക്സ്ക്ലൂഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഓൾ കോർട്സ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഹൈക്കോർട്ടിൻ്റെയൊക്കെ അധികാരം വെട്ടിച്ചുരുക്കുന്ന ഒരു അനുച്ഛേദമാണ് ഇപ്പോൾ പറയുന്ന ഈ ഒരു അനുച്ഛേദം. അപ്പം ഇതിൽ ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വരുവാണ് എങ്കിൽ ആ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോർട്ടിന് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണിത്.
അപ്പോൾ ഇതിൽ പറയുന്ന പ്രകാരം സുപ്രീം കോർട്ടിലെ അപ്പീൽ അധികാരം അല്ലെങ്കിൽ അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ വഴി മാത്രം ഈ സുപ്രീം കോർട്ടിലും ഒരു അപ്പീൽ പോകാൻ കഴിയത്തുള്ളൂ. ഹൈക്കോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കാൻ സാധിക്കത്തില്ല. It also provides for the exclusion of the jurisdiction of all courts except the appellate jurisdiction of the Supreme Court. അതായത് സുപ്രീം കോർട്ടിന്റെ അപ്പീൽ അധികാരം വഴി മാത്രം ഒരു അപ്പീൽ എടുക്കാൻ മാത്രമേ, ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്പീൽ എടുക്കാൻ മാത്രമേ സുപ്രീം കോർട്ടിന് അധികാരമുള്ളൂ. ബാക്കി എല്ലാ അധികാരവും, ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും ഇങ്ങനെ നിർമ്മിക്കുന്ന ഒരു ട്രൈബ്യൂണലിനായിരിക്കും എന്ന് പറയുന്ന ഒരു ഭരണഘടനാ അനുച്ഛേദമാണിത്. പക്ഷേ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഒരു ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. ഒരു ലെജിസ്ലേച്ചേഴ്സും അതേപോലെ തന്നെ പാർലമെൻറ്റും ഒന്നും ഇങ്ങനെ ഒരു ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് 1997 ചന്ദ്രകുമാർ കേസ് ഒരു 3-4 വർഷത്തിനിടയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു കേസാണ് ഈ ചന്ദ്രകുമാർ കേസ് എന്ന് പറയുന്ന 1997 ഉള്ള ഒരു കേസാണ്. ഇപ്പം ഈ പറഞ്ഞ ആർട്ടിക്കിൾ അല്ലെ, ഇപ്പം ഈ പറഞ്ഞ ആർട്ടിക്കിൾ അല്ല, ഈ ആർട്ടിക്കിളിൻ്റെ അകത്തുള്ള ഈ ഒരു പ്രൊവിഷൻ ഇല്ലേ, ഈ ഒരു പ്രൊവിഷൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച കേസാണ് ചന്ദ്രകുമാർ കേസ്. Declared the exclusion of High Court, Supreme Court in the judicial review unconstitutional, not Article 323B itself. അതായത് നമ്മുടെ ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് ഈ ആർട്ടിക്കിൾ 323B എന്ന് പറയുന്ന അനുച്ഛേദം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടല്ല, പക്ഷേ ആർട്ടിക്കിൾ 323Bയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഹൈക്കോർട്ടിനെ ഉൾപ്പെടുത്താത്തതും അല്ലെങ്കിൽ ഹൈക്കോർട്ടിന്റെ അധികാരം വെട്ടിച്ചുരുക്കിയതും അതേപോലെ തന്നെ സുപ്രീം കോർട്ടിന്റെ ജുഡീഷ്യൽ റിവ്യൂ വെട്ടിച്ചുരുക്കിയതും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പരാമർശിക്കുകയുണ്ടായി. As a result, if an electoral tribunal is ever established, an appeal from its decision will go to the High Court. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വരുവാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോർട്ടിന് പോകാൻ കഴിയും. കാരണം ഈ പറയുന്ന ഒരു കാര്യം ഓൾറെഡി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വിധിച്ചല്ലോ. അപ്പോൾ പിന്നെ ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ബാധകമല്ല. ആർട്ടിക്കിൾ നിലവിലുണ്ട്, പക്ഷേ ആ ഒരു പ്രൊവിഷൻ ബാധകമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. വളരെ നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനാണ്. താങ്ക് യു.